ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ബികോം ബി ബി എയുടെ ഇൻകം ടാക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹൗസ് റെൻറ്റ് അലവൻസ്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്താൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഹൗസ് റെൻറ്റ് അലവൻസിൻ്റെ കാൽക്കുലേഷൻ. HRA എന്ന് പറയുന്നത് ഒരു പാർഷ്യലി ടാക്സബിൾ അലവൻസ് ആണ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് ഓഫ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ബൈ എംപ്ലോയർ. സാധാരണയായി HRA അല്ലെങ്കിൽ ഹൗസ് റെൻറ്റ് അലവൻസ് എംപ്ലോയിക്ക് നൽകുന്നത് എംപ്ലോയി താമസിക്കുന്ന അക്കോമഡേഷൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ എംപ്ലോയർ നൽകുന്ന മുഴുവൻ തുകയ്ക്കും ടാക്സ് എക്സംഷൻ ലഭിക്കുകയില്ല. എംപ്ലോയർ നൽകുന്ന അലവൻസിൻ്റെ ഒരു നിശ്ചിത പോർഷന് മാത്രമേ എക്സംഷൻ ലഭിക്കുകയുള്ളൂ. ആ നിശ്ചിത പോർഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് അദ്ദേഹം താമസിക്കുന്ന ഒരു പ്ലേസ് ഓഫ് അക്കോമഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ പ്ലേസ് ഓഫ് അക്കോമഡേഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: മേജർ സിറ്റീസ് എന്നും അതർ സിറ്റീസ് എന്നും. മേജർ സിറ്റീസ് ആയിട്ടുള്ള മുംബൈ, ഡൽഹി, കൽക്കട്ട, ചെന്നൈ ഈ 4 പ്ലേസിലാണ് എംപ്ലോയി താമസിക്കുന്നതെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന 3 കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സംപ്റ്റഡ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഈ 3 കണ്ടീഷൻസ് വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ HRA റിസീവ്ഡ്, അതായത് എംപ്ലോയിക്ക് നൽകിയിരിക്കുന്ന ഹൗസ് റെൻറ്റ് അലവൻസ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 50% ഓഫ് സാലറി. വളരെ എളുപ്പമാണ്. ആകെ 3 കണ്ടീഷൻസ് ആണുള്ളത്: ആക്ച്വൽ HRA, റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ആൻഡ് 50% ഓഫ് സാലറി. ഇനി ഈ മേജർ സിറ്റീസ് അല്ലാതെ അതർ സിറ്റീസിലാണ് എംപ്ലോയിയുടെ അക്കോമഡേഷനെങ്കിൽ താഴെ പറയുന്ന രീതിയിലാണ് എക്സംപ്റ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കുക. ഇതിലും 3 കണ്ടീഷനേ ഉള്ളൂ. ഒറ്റ കണ്ടീഷനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഫസ്റ്റ് കണ്ടീഷൻ ആക്ച്വൽ HRA റിസീവ്ഡ്, സെക്കൻഡ് കണ്ടീഷൻ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി, മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 40% ഓഫ് സാലറി. എന്നാൽ മേജർ സിറ്റീസിലായിരുന്നെങ്കിൽ 50% ഓഫ് സാലറിയാണ് നമ്മൾ എടുക്കാറുള്ളത്. കണ്ടീഷൻസ് പറഞ്ഞപ്പോൾ അതിൽ 10% ഓഫ് സാലറി, 50% ഓഫ് സാലറി, 40% ഓഫ് സാലറി ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ സാലറി എന്ന് പറയുമ്പോൾ HRAയുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് സാലറിയിൽ ഉൾപ്പെടുന്നത് ബേസിക് സാലറി പ്ലസ് DA ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ DA ആണ് നമ്മൾ എടുക്കേണ്ടത്, പ്ലസ് കമ്മീഷൻ. ഈ 3 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സാലറി എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക: ടാക്സബിൾ HRA എന്ന് പറയുമ്പോൾ ആക്ച്വൽ HRAയിൽ നിന്ന് നമ്മൾ ഈ 3 കണ്ടീഷൻസ് നോക്കി അതിലെ ലീസ്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ ആ ലീസ്റ്റ് എമൗണ്ടാണ് എക്സംപ്റ്റഡ് എമൗണ്ട്. അപ്പോൾ ടാക്സബിൾ HRA എന്ന് പറയുമ്പോൾ ആക്ച്വൽ HRAയിൽ നിന്ന് എക്സംപ്റ്റഡ് എമൗണ്ട് ലെസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂമാണ്. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിലുള്ള പ്രോബ്ലം തന്നെയാണ്. മിസ്റ്റർ അരവിന്ദ്, എ ബാങ്ക് എംപ്ലോയി, is now working at Mumbai. His particulars of income during the previous year are given below. അതായത് അരവിന്ദ് എന്ന് പറയുന്ന ആൾ ഒരു ബാങ്ക് എംപ്ലോയി ആണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് മുംബൈയിലാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലേസ് ശ്രദ്ധിക്കുക. മുംബൈ എന്ന് പറയുമ്പോൾ മേജർ സിറ്റീസിലാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻസിൽ സാലറിയുടെ 50% ആയിരിക്കണം എടുക്കേണ്ടത്. അടുത്തത് ബേസിക് പേ 1,50,000, ഡിയർനെസ് അലവൻസ് ₹30,000 അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് കമ്മീഷൻ 3% ഓൺ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം 5 lakh. അതായത് കമ്മീഷൻ എന്ന് പറയുന്ന വാല്യൂ 5 lakhൻ്റെ 3% ആണ്, ദാറ്റ് ഈസ് 15,000 ആയിരിക്കും. അടുത്തത് ആക്ച്വൽ HRA റിസീവ്ഡ്, അതായത് എംപ്ലോയിക്ക് നൽകിയിരിക്കുന്ന ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത് ₹30,000. Determine the taxable amount of HRA if the actual rent paid by him for the house occupied by him during the year was 45,000. എന്നോട് പറഞ്ഞിരിക്കുന്നത് ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA കണ്ടുപിടിക്കാനാണ്. എന്നാൽ എംപ്ലോയി വർഷം തോറും ആക്ച്വൽ റെൻ്റായിട്ട് പേ ചെയ്യുന്നത് എത്രയാണ്? 45,000 ആണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു കാൽക്കുലേഷൻ വരുന്നതെന്ന് നോക്കാം. അറിയാം 3 കണ്ടീഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ HRA റിസീവ്ഡ്. ആക്ച്വൽ HRA എന്ന് പറയുന്നത് 30,000. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി.
എൻ്റെ പേയുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 45,000. ഇനി നമുക്ക് 10% ഓഫ് സാലറിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ്, സാലറി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി മാത്രമല്ല, ബേസിക് സാലറി പ്ലസ് DA ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്ലസ് കമ്മീഷനാണ് എടുക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ 1,50,000 പ്ലസ് 30,000 പ്ലസ് 15,000 ആണ് സാലറി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1,95,000. അപ്പോൾ 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ 19,500 ആണ്. അപ്പോൾ 45,000 നിന്ന് 19,500 ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 25,500 ആണ്. നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനും ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മേജർ സിറ്റീസിലാണ് എംപ്ലോയി ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാലറിയുടെ 50% ആണ് മൂന്നാമത്തെ കണ്ടീഷനായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 1,95,000ൻ്റെ 50%, ദാറ്റ് ഈസ് 97,500. നോക്കുക, നമ്മുടെ 3 കണ്ടീഷനും എഴുതി കഴിഞ്ഞു. ഈ 3 കണ്ടീഷനിൽ നോക്കിയിട്ട് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഏതാണെന്ന് നോക്കുക. ഇവിടെ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 25,500 ആണ്. ഈ ലീസ്റ്റ് എമൗണ്ടാണ് എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടാക്സബിൾ HRA ആണ്. ടാക്സബിൾ HRA എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് കിട്ടിയ HRAയിൽ നിന്ന് എക്സംപ്റ്റഡ് എമൗണ്ട് ലെസ് ചെയ്ത് കഴിയുമ്പോൾ ലഭിക്കുന്ന വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ HRA 30,000 മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട് 25,500, ദാറ്റ് ഈസ് 4,500 ആണ് ടാക്സബിൾ HRA. നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. Thank you so much for watching my channel, and please subscribe Edu Easy Learn.